രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതിൻ്റെ വർക്കുകളെ, അതിൻ്റെ പ്രോജക്റ്റുകളെ പറ്റി പറയാനാണ് ആഗ്രഹിക്കുന്നത്. മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് 2012 ഞാനും എൻ്റെ അമ്മയും ചേർന്ന് തുടങ്ങിയ അപ്പയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളോടും കൂടെ തുടങ്ങിയതാണ് മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ്. അന്ന് തൊട്ട് 2023 എൻ്റെ അപ്പ മരിക്കുന്നത് വരെ അത് വളരെ ഒരുപാട് പബ്ലിക് പ്രോഗ്രാംസ് ഒന്നും ചെയ്ത്, പക്ഷേ വളരെ അർഹതപ്പെട്ടതായ ആളുകൾക്ക് ഞങ്ങളെ കൊണ്ടാകാവുന്ന വിധം ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു പോയിരുന്നു. പക്ഷേ 2023 അപ്പയുടെ മരണശേഷം അത് ഞങ്ങൾക്ക് ഒരുപാട് പബ്ലിക് റിക്വയർമെൻറ്റ്സ് വന്ന് തുടങ്ങിയപ്പോഴാണ് കുറച്ചുകൂടെ പബ്ലിക്കലി ആക്കി നമ്മൾ പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഈ വർഷം ഈ വർഷം അപ്പം തുടങ്ങിയപ്പോൾ ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം എന്നൊരു പദ്ധതി ഇട്ട് അതിൻ്റെ പേരിലായി എല്ലാ പ്രോജക്റ്റുകളും ചെയ്തു തുടങ്ങി. ഈ വർഷം നമ്മൾ ചെയ്യുന്ന ജൂലൈ 18 ആണ് അപ്പയുടെ ഓർമ്മ. അന്ന് വൈകിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ 6 മണിക്ക് ഭക്ഷണ വിതരണമുണ്ട്. അതുപോലെ ശനിയാഴ്ച 19-ാം തീയതി ഉച്ചയ്ക്ക് 12:30 ജനറൽ ആശുപത്രിയിലും ഭക്ഷണ വിതരണമുണ്ട്. അന്ന് തന്നെ ഞങ്ങൾക്ക് പല പല പ്രോജക്റ്റ് മന്നയുടെ പേരിൽ ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം പദ്ധതിയുടെ അടിയിലുണ്ട്. അതിൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഔട്ട്റീച്ച് പ്രോഗ്രാമാണ്. അപ്പം ആ ജൂലൈ 19 ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നവജീവൻ ട്രസ്റ്റിൽ വെച്ച് ഒരു പരിപാടി നടക്കുന്നുണ്ട്. ആ ഔട്ട്റീച്ച് പ്രോഗ്രാംസ് പൊതുവേ ഞങ്ങൾ ഒരു ഡേ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുക, ഓൾഡ് ഏജ് ഹോമോ അല്ലെങ്കിൽ ഓർഫനേജസിൽ പോയിട്ട് അവരുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അവരുമായിട്ട് അവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഔട്ട്റീച്ച് പ്രോഗ്രാംസ്. ക്രിയേറ്റിംഗ് സ്മൈൽസ്, ഫോസ്റ്ററിംഗ് ഹോപ്സ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അത് ഞങ്ങൾ 2 രീതിയിൽ ചെയ്യാറുണ്ട്. ആ ഓർഫനേജിലോട്ട് പോയി ഞങ്ങൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ വെളിയിൽ കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. ആ പരിപാടിയാണ് ജൂലൈ 19-ാം തീയതി ശനിയാഴ്ച നടക്കുന്നത്. പിന്നെ ജൂലൈ 20 ഞങ്ങൾ ചെയ്യുന്ന ഈ 19-ാം തീയതി പരിപാടിയോടൊപ്പം നമുക്ക് അനുസ്മരണ സമ്മേളനവും നടക്കുന്നുണ്ട്. ഞായറാഴ്ച ജൂലൈ 20 ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ്. മെഡിക്കൽ ക്യാമ്പ്സും മന്നയുടെ ഉമ്മൻചാണ്ടി സ്നേഹസ്പർശത്തിനടിയിൽ മറ്റൊരു പദ്ധതിയാണ്. അതങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പ ആരോഗ്യ മേഖലയ്ക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. എല്ലാവർക്കും തുല്യമായ ആരോഗ്യ സംരക്ഷണത്തിന് അവകാശമുണ്ട് എന്ന് ചിന്തിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ മെഡിക്കൽ ക്യാമ്പ് എന്നൊരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. അത് സത്യം പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ 9 ജില്ല കവർ ചെയ്ത് കഴിഞ്ഞു. 10ാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് ഈ ഞായറാഴ്ച നടക്കുന്നത്. എല്ലാ ജില്ലയിലും മെഡിക്കൽ ക്യാമ്പ് നടത്തണം, അത് പിന്നെയും തുടർന്ന് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ഇപ്പോൾ മെഡിക്കൽ ക്യാമ്പ്സ് മറ്റൊരു പദ്ധതിയാണ്. അതും അപ്പയുടെ പേരിൽ തന്നെ. ഇപ്പം എല്ലാ ജില്ലകളിലും പോകുമ്പോൾ അവിടുത്തെ ഏറ്റവും ലീഡിങ് ഹോസ്പിറ്റൽസാണ് നമ്മളുമായിട്ട് സഹകരിക്കുന്നത്. ഒരു ഫുൾ ടൈം ജനങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആകുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ്സാണ്, സൂപ്പർ സ്പെഷ്യാലിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ട്. എന്നിട്ട് ആ ക്യാമ്പുകളിൽ വരുന്നവർക്ക് തുടർന്നും ചെറിയ ബെനിഫിറ്റ്സ്, അവരുടെ തുടർ ചികിത്സയ്ക്കുള്ള ബെനിഫിറ്റ്സും കിട്ടത്തക്ക രീതിയിലാണ് ക്യാമ്പുകൾ അറേഞ്ച് ചെയ്യാറുള്ളത്. അത് ജൂലൈ 20 വരെ. പിന്നെ അതിൻ്റെ അടുത്ത ശനിയാഴ്ച ജൂലൈ 26 ശനിയാഴ്ച തയ്യൽ മെഷീൻ വിതരണം, വീൽ ചെയർ വിതരണം. ഇതൊക്കെ കൈത്താങ്ങ് എന്നൊരു ഉമ്മൻചാണ്ടി സ്നേഹസ്പർശത്തിനിടയിൽ തന്നെ കൈത്താങ്ങ് എന്നൊരു പേരിട്ടിട്ടാണ് ചെയ്യുന്നത്. അത് അർഹതപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക്, ബുദ്ധിമുട്ടുന്നവർക്ക് അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ചെയ്യുന്നതാണ് കൈത്താങ്ങ് പദ്ധതി. അതിൻ്റെ ഭാഗമായി 10 തയ്യൽ മെഷീൻ തിരുവനന്തപുരത്ത് വെച്ച് വിതരണം ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ കോട്ടയത്ത് വെച്ച് 10 കൊടുത്തിരുന്നു. പിന്നെ ജൂലൈ 27 അത് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഏറ്റവും മെഗാ പ്രോജക്റ്റാണ്. ആദ്യത്തെ മന്നയുടെ ഉമ്മൻചാണ്ടി സ്നേഹസ്പർശത്തിൻ്റെ ആദ്യത്തെ ഭവനത്തിൻ്റെ, ഉമ്മൻചാണ്ടി ഭവനത്തിൻ്റെ തറക്കല്ലിടിയിലാണ് ഭവനം വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് മറ്റൊരു പദ്ധതിയാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ആദ്യത്തെ വീടിൻ്റെ തറക്കല്ലാണ് ഇടുന്നത്. അതും 14 ജില്ലകളിലും ഓരോ വീടെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് ദൈവം നടത്തുന്നതുപോലെ മുമ്പോട്ട് പോകും. പിന്നെ ഓഗസ്റ്റ് 2-ാം തീയതി പത്തനംതിട്ടയിൽ വെച്ച് 10 വീൽ ചെയറുകൾ കൊടുക്കുന്നുണ്ട് കൈത്താങ്ങിൻ്റെ ഭാഗമായി. ഇത്രയും പരിപാടികളാണ് അപ്പയുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ.